ഡേറ്റുള്ള ചരിത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഗുരുവിനെ സ്വീകരിക്കുവാനായിട്ട് കുറച്ച് ആളുകൾ തീരുമാനിച്ചു. ഈ സംഭവം 1926 അന്ന് ഗുരുവിന് കാറുണ്ട്. 24 മുതൽ 28 വരെ 4 വർഷം മഹാഗുരുവിൻ്റെ നിരന്തരമായ യാത്രകൾ കാറിലായിരുന്നു. സ്വാമിയുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ പേരാണ് നന്ദൻകോട് ജനാർദ്ദനൻ. അപ്പോൾ ഇവരെല്ലാവരും സ്വാമിയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഗുരു വരുന്ന വിവരം ഈ നാട്ടിലെല്ലാവരും അറിഞ്ഞു. അപ്പോൾ അവരുടെ കമ്മിറ്റിയൊക്കെ എടുത്തിട്ട് അവർ ആലോചിച്ചു എങ്ങനെയാണ് സ്വാമി സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ സ്ഥലം ഒരു ഒതുക്ക് കല്ലുകൾ പാകിയ ഒരു സ്ഥലമാണ്. അവിടെ വരെ മാത്രമേ കാറ് വരത്തുള്ളൂ. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വാമി ഇടത്തോട്ട് നടന്നാൽ ഒരു കെട്ടുവരമ്പേക്ക് വരും. പിന്നെ കെട്ടുവരമ്പേ കൂടെ കുറേ ദൂരം നടന്നു പോയാൽ ചെറിയ വരമ്പാവും. നമുക്കറിയാമല്ലോ, പാടത്തുള്ള പൊക്കമുള്ള വരമ്പിന് കെട്ടുവരമ്പെന്നും മറ്റു വരമ്പിന് കുഞ്ഞു വരമ്പെന്നും പറയും. അപ്പോൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ ചെളി പറ്റാതിരിക്കാൻ വേണ്ടി ഇവർ അവിടെയൊക്കെ പരവതാനിയൊക്കെ വിരിക്കുന്നു. എല്ലാം അധികം സ്വാമിയുടെ വരവൊക്കെ രാജകീയമാണ് കേട്ടോ, ഗംഭീരമായിട്ടാണ് വരുന്നതൊക്കെ. അപ്പോൾ ഇന്നടത്ത് അപ്പോൾ കാർ അവിടെ ഓരോ നിൽക്കണം, അവിടെ ഒരു മാർക്ക് ചെയ്തിരിക്കുന്നു. സ്വാമി ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പെൺകുട്ടികളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. വലിയ സ്വീകരണം, അവിടെ എല്ലാം കുലവാഴകൾ കെട്ടിവെച്ചിരിക്കുന്നു. എല്ലാം തയ്യാറായി. അപ്പോൾ അവിടെയുള്ള 1-2 സമ്പന്നന്മാരായ ആളുകൾ ചേർന്നിട്ട് പ്ലാൻ ചെയ്തു, എടാ നമ്മുടെ സ്വാമി തൃപ്പാദ കാര്യം ആരോടും പറയണ്ട. ചിലപ്പോൾ ഗുരുദേവന് വലിയ ആർഭാടങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. സ്വാമിന് സമ്മതിച്ചില്ലെങ്കിലോ, ഗുരു വന്ന് നിൽക്കുന്നു, കാറിൽ ഇറങ്ങുന്നു, നമ്മൾ ചെല്ലുന്നു, ഒരൊറ്റ ചെണ്ടം വേണം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഇവരിതെല്ലാം തീരുമാനിച്ചു. പറഞ്ഞ ദിവസം, ഇതിൻ്റെ എക്സാക്ട് ഡേറ്റ് നമുക്ക് ചരിത്രങ്ങൾ അറിയത്തില്ല, 1926 അതെല്ലാവരും പറയുന്നുണ്ട്. ആറ്റിങ്ങൽ അടുത്തുള്ളൊരു ഗ്രാമമാണ്. ഈ കാർ ഇങ്ങനെ ഓടി അവിടെ ചെന്ന് നിൽക്കുന്നു. ഗുരുവിൻ്റെ കാർ ഡ്രൈവർ നന്ദൻകോട് ജനാർദ്ദനൻ ഇറങ്ങി കാറ് തുറക്കുന്നു. ഞാനൊക്കെ നിങ്ങളാണ് യൂട്യൂബിലൊക്കെ എൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യ വർഷങ്ങളിലൊക്കെ നന്ദൻകോട് ജനാർദ്ദനൻ നായർ എന്ന് പറയുമായിരുന്നു കേട്ടോ, നന്ദൻകോട് ജനാർദ്ദനൻ നായർ. പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, അതങ്ങനെ പറഞ്ഞു പോയി. കാരണം ആ സമയത്ത് പല ലേഖനങ്ങളിലും മഹാഗുരുവിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു നായരാണെന്നും ആളുടെ പേര് നന്ദൻകോട് ജനാർദ്ദനാണെന്നും അന്ന് കാലത്ത് ഈഴവരാതി പിന്നോക്ക ജനതയ്ക്ക് കാർ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ലായിരുന്നെന്നും അതുകൊണ്ടാണ് ഒരു നായർ പ്രമാണി മഹാഗുരുവിൻ്റെ കാർ ഡ്രൈവറായിട്ട് വന്നതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റിലൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു അഭിമാനമാണല്ലോ, ഗുരുവിൻ്റെ കാർ ഓടിച്ചിരുന്ന ഒരു നായർ പ്രമാണിയാണ്. അവരറിവില്ലാത്ത പ്രായത്തിൽ നമ്മളിത് വലിയ ഗേമത്തിലൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിലോ ഒന്ന് ഊന്നി പറയും, മഹാഗുരുവിന്റെ കാർ എന്ന് ഓടിച്ചിരുന്നത് തിരുവനന്തപുരത്തുകാരനായ നന്ദൻകോട് ജനാർദ്ദനൻ നായർ. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ അങ്ങനെ പറയുമായിരുന്നു. ഒരു സ്പീച്ച് ഹിറ്റായി അത്യാവശ്യം ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിലൊരു കോൾ വരുവാണേ, ഒരു കോള്. അപ്പോൾ നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന കോൾ ഇപ്പോൾ കൺട്രി കോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് ഓൺ ആണെങ്കിൽ രാജ്യം എഴുതി കാണിക്കും, ഏത് രാജ്യമാണെന്ന്. സ്വിറ്റ്സർലൻഡ്. എൻ്റെ ഭഗവാനെ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് എന്നെ ആര് വിളിക്കാനാണ്? ഇതിന് വല്ല ഫേക്ക് കോളാണോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. എടുത്ത് ഹലോ എന്ന് വെച്ചോട്ടെ നല്ല മലയാളത്തിൽ. തൻ്റെ പേരാണോ വിപിൻ ഷാ? അതെ, എൻ്റെ പേര് ശ്രീകുമാർ, ഞാൻ വിളിക്കുന്നത് സൂറിച്ച് എന്നാണ്. സൂറിച്ച് സ്വിറ്റ്സർലൻഡിലെ ഒരു നഗരമാണ് സൂറിച്ച്. എന്താ സാറേ, ഗുരുദേവൻ്റെ കാർ ഓടിച്ചിരുന്ന നന്ദൻകോട് ജനാർദ്ദനൻ നായരാണ് ആള് പറഞ്ഞു ചോദിക്കും. എനിക്ക് മനസ്സിലായി, പണിപാളി, എവിടെയോ എന്തോ കുഴപ്പമുണ്ടായി. അല്ല സാറേ, ഞാൻ ഇങ്ങനെയൊക്കെ. സാർ ആരാണ്? എൻ്റെ വല്യപ്പനാന്ന് പറഞ്ഞു. ആളുടെ അമ്മയുടെ അച്ഛനാണ്, എൻ്റെ വല്യമ്മയുടെ അച്ഛനാണ് നന്ദൻകോട് ജനാർദ്ദനൻ. എവിടെ ഞങ്ങൾ 1ാമത്തെ അസന്റിപ്പിക്കാരാണ്, നെടുമങ്ങാട് യൂണിയനിലെ ഒരു സഹായക്കാരാന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ IG പി വിജയൻ IPS ഈ ഫാമിലിപ്പെട്ടയാളാണ്. താൻ ഞങ്ങളെ പിടിച്ച് നായന്മാരാകും. അപ്പം ഞാൻ സാറേ, ഞാൻ വായിച്ചിരിക്കുന്നത് അന്ന് ഈഴവരാതി പിന്നോക്ക ജനതയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ലെന്നാണല്ലോ, അതുകൊണ്ടാണ്. അത് ശരിയായിരുന്നു, അത് കറക്റ്റായിരുന്നു. ഈ നന്ദൻകോട് ജനാർദ്ദനൻ റിക്ഷ വലിക്കുന്ന ആളായിരുന്നു. 18 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ കോവളത്ത് വരുന്ന സായിപ്പുമാരെ കൊണ്ട് അതൊരു കറങ്ങാൻ വേണ്ടി റിക്ഷ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവിടെ വന്ന ഒരു ഇംഗ്ലീഷുകാരൻ സായിപ്പ് ഈ ജനാർദ്ദനെ വലിയ ഇഷ്ടപ്പെട്ടു. നല്ല ആരോഗ്യവാനാണ്, സുന്ദരനാണ്, വിനയമുള്ളവനാണ്, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, പെട്ടെന്ന് അവൻ ഇംഗ്ലീഷ് പിക്ക് ചെയ്യുന്നു, ഒരു ബ്രെയിൻ ഉള്ളവനാണ്. അപ്പോൾ ഈ സായിപ്പ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ബാംഗ്ലൂർക്ക് പോയി ആളുടെ ഓഫീസിൽ ജോലി കൊടുത്തു. അദ്ദേഹം ബാംഗ്ലൂർ വെച്ച് ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും എടുത്തു കൊടുത്തു. അങ്ങനെയാണ് ആൾക്ക് ലൈസൻസ് കിട്ടിയത്. അങ്ങനെയാണ് ഗുരുവിൻ്റെ ഡ്രൈവറായിട്ട് വന്നത്. പിന്നീട് ചാവറക്കോട്ട് കുഞ്ഞശങ്കര വൈദ്യരാണ് അദ്ദേഹത്തെ ഗുരുവിൻ്റെ ഡ്രൈവർ. അത് വേറൊരു കഥയാണ്, പോട്ടെ. അപ്പോൾ ഈ കാർ ഓടിച്ചുകൊണ്ട് ഗുരുവിനെ സ്വീകരിക്കാനായിട്ട് ഇവരെ കൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരികയാണ്. ഈ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നു. ആളുകൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഡോറ് തുറക്കുന്നു, സാമുദ്രപാദങ്ങൾ ഇറങ്ങുന്നു. ഗുരുവിൻ്റെ പാദങ്ങൾ ആ പൂഴിമണ്ണിൽ പതിയാതിരിക്കുവാൻ അവർ അവിടെ എല്ലാം പരവതാനി വിരിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. സ്വാമി കാറിൽ നിന്ന് നന്ദൻകോട് ജനാർദ്ദനൻ ഡോറ് തുറന്നു കൊടുത്തു. സ്വാമി ഇറങ്ങി നിന്നു. നമുക്കറിയാം 6 അടി പൊക്കമുള്ള ആളാണ്. തൃപ്പാദങ്ങളിൽ ആജാനുബാഹു എന്നാണല്ലേ, പ്രലംബബാഹും എന്നാണ് അതിനെക്കുറിച്ച് കുമാരനാശാൻ പറയുന്നത്. മുട്ടോളം എത്തുന്ന കൈകളുള്ള ആളാണ് ഗുരു.
ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ പൂർത്തീകരണം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നൊരു ഭാവമായിരുന്നു സ്വാമിക്കെന്നാണ് കണ്ടിട്ടുള്ള എല്ലാവരും ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് നിൽക്കുകയും ഈ ജനങ്ങൾ അടുത്ത് വരുന്നു. തൃപ്പാദങ്ങൾ വലതുകാൽ പതുക്കെ പൊക്കി ഒന്ന് മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ഗുരു പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. സ്വാമി തൃപ്പാദങ്ങൾ വലതുകാൽ വോയിസ് പ്രശ്നമുണ്ടോ? ഉണ്ടല്ലേ, അടുപ്പിക്കണോ? നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ. ചിലപ്പോൾ നമുക്കിവിടെ മോണിറ്റർ സ്പീക്കർ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് പറയുന്നത്. ഇതില്ലാത്തപ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാലേ അറിയാവുള്ളൂ. ഇങ്ങനെ ചെവിയൊക്കെ വട്ടം പിടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. ഓക്കെ, എന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോണേ. അപ്പോൾ വണ്ടി വന്ന് നിന്നു. സ്വാമി തൃപ്പാദങ്ങൾ ഇറങ്ങി. തൃപ്പാദങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നിന്നു. ഗുരു ഒരു കാലങ്ങോട്ട് വെക്കുന്നു. പതിയെ ഈ പുരുഷാരം സ്വാമിയുടെ ഒപ്പം അങ്ങോട്ട് നീങ്ങുന്നു. ഈ ചെണ്ടമേളക്കാരുണ്ട്, അവരവിടെ മാറിയെന്ന് ഓടി ഗുരുതന്റെ ഫ്രണ്ടിൽ നിന്ന് ടക്ക് 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 ടക്കെന്ന് 3 അടി അങ്ങനെ അടിച്ചു. അതേപ്പറ്റി പറയുന്നത്, ഇടത് കൈ ഇങ്ങനെ തൂക്കിയിട്ട് വലത് കൈ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ച് സ്വാമി അനങ്ങാതെ അങ്ങ് നിന്ന് ഒരു 5, 6, 7 മിനിറ്റ് ഗംഭീര ചെണ്ടമേളം, നല്ലൊരു ചെണ്ടമേളം. സ്റ്റോപ്പ് അടിച്ചങ്ങോട്ട് നിന്നു. ചെണ്ടമേളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സ്വാമി ഇങ്ങനെ കുത്തിയ വലതുകാൽ കുത്തി, ഇടതുകാലം അങ്ങോട്ട് പൊക്കം വരുന്നു. സ്വാമി അത് പൊക്കി കുത്തി, വലതുകാൽ വീണ്ടും പൊക്കി കുത്തി ഒരു 2 അടി തൃപ്പാദങ്ങൾ മുന്നോട്ട് വന്നു. ഗുരുവിൻ്റെ കൂടെ ഈ പുരുഷാരം 2 അടി മുന്നോട്ട് വരുന്നു. കൊച്ചു പെൺകുട്ടികൾ പുഷ്പങ്ങൾ ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് ഇടുന്നു. അപ്പോൾ ഈ ചെണ്ടമേളത്തിന് പണം മുടക്കിയാറുണ്ടല്ലോ. ഇന്നാണെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്ത് തന്നെ ഗുരുദേവൻ വന്നപ്പോൾ ചെണ്ടമേള സ്പോൺസർ ചെയ്തത് നമ്മൾ വിളിച്ചൊക്കെ പറയുമല്ലോ. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഫ്ലക്സ് ഒന്നും ഇല്ലല്ലോ. ഈ പൈസ മുടക്കിയ ആൾക്കൊരു ആവശ്യം, ഇത് ഞാനാണ് ഈ കാശ് മുടക്കിയെന്ന് ആരെ അറിയിക്കാനോ എന്താണോ ഇവിടേക്കൊരു സന്തോഷം, ഒരു മനസ്സിങ്ങനെ തള്ളി വന്നിട്ട് പതുക്കെ പോയി ഗുരുദേവനെ നമസ്കരിച്ചിട്ട് ചോദിച്ചു, സ്വാമി മേള ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഞാൻ അറിയിക്കുള്ള കാശ് മുടക്കിയത്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇടത് കൈ കൊണ്ടാ ഗംഭീരമായിട്ടുണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ ഈ ഒഴിച്ചോളത്തിന് ഗംഭീര